പവിത്രം സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ വേദ തന്റെ ഫോൺ സ്പീക്കറിൽ ഇട്ടുകൊണ്ട് തന്നെ ശ്രീകാന്തിനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, വിക്രം എവിടെയാണെന്ന് ശ്രീകാന്തേട്ടനെ അറിയാവോ എന്ന് ചോദിക്കും. ഇത് കേൾക്കുന്ന സമയത്തിന് ശ്രീകാന്തിനൊരു ഞെട്ടലായിരിക്കും. വീണ്ടും വേദ ചോദിക്കുന്നുണ്ട്, ശ്രീയേട്ടൻ എവിടെയാ വിക്രമിനെ ഒളിപ്പിച്ച് വെച്ചേക്കുന്നതെന്ന് ചോദിക്കും. അന്നേരം ശ്രീകാന്ത് പറഞ്ഞിട്ട്, എന്തൊക്കെയാ വേദ നീ ഈ പറയുന്നത്? ഞാൻ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അല്ലെങ്കിലും നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള കല്യാണം വീട്ടുകാർ രണ്ടുപേരും തമ്മിൽ ഉറപ്പിച്ചതല്ലേ? രണ്ട് വീട്ടുകാർ തമ്മിൽ സമ്മതം മൂളിയിട്ട് കല്യാണം നടത്തുന്ന സമയത്ത് ഞാൻ എന്തിന് അവനെ ഒളിപ്പിക്കണമെന്നൊക്കെ ചോദിക്കാണ് ശ്രീകാന്ത്. എന്താ വേദ ഇത് ഈ പറയുന്നത്? അല്ലെങ്കിലും നിനക്ക് എങ്ങനെ എന്നോട് ഇങ്ങനെ ചോദിക്കാൻ തോന്നിയെന്നൊക്കെ ശ്രീകാന്ത് ചോദിക്കുന്ന സമയത്തിന് വേദക്ക് അങ്ങ് വല്ലാതാവുന്നുണ്ട്. വേദ ചോദിക്കുന്നുണ്ട്, അപ്പോൾ ശ്രീയേട്ടനല്ലേ വിക്രമിനെ ഒളിപ്പിച്ച് വെച്ചേക്കുന്നതെന്ന് ചോദിക്കുന്ന സമയത്തിന് ശ്രീകാന്ത് പറഞ്ഞിട്ട്, അതല്ലേ വേദയെ ഞാൻ പറഞ്ഞത്. വിക്രമിന് ഒരിക്കലും തൻ്റെ കഴുത്തിൽ താലി കെട്ടുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ അവൻ തന്നെ മനഃപൂർവ്വം അവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും മാറി നിന്നതായിരിക്കും. അല്ലെങ്കിൽ പിന്നെ അവൻ ശത്രുക്കൾ ആരെങ്കിലും അവനെ പിടിച്ചോണ്ട് പോയതായിരിക്കും. അതിന് നീ എന്നോടല്ലേ ചോദിക്കേണ്ടിയിരുന്നത്. ശ്രീകാന്തിന്റെ വാക്ക് കേൾക്കുന്ന സമയത്തിന് വേദക്ക് വല്ലാത്ത സങ്കടം തോന്നിക്കൊണ്ട് വേഗത ഫോണ് കട്ട് ചെയ്യും. എന്നിട്ട് ഇങ്ങനെ അച്ഛമ്മയോടും അമ്മയോടും പറഞ്ഞിട്ട്, ശ്രീകാന്തേട്ടനല്ല ഇതിന്റെ പിന്നിൽ നിങ്ങളും കേട്ടതല്ലേ എന്നൊക്കെ ചോദിക്കും. വേദ കമലമ്മയോട് പറയുന്നുണ്ട്, അമ്മക്കറിയാലോ വിക്രമിന്റെ സ്വഭാവം. വിക്രമായിട്ട് തന്നെ മനഃപൂർവ്വം ഇവിടെ നിന്നും മാറി നിന്നതായിരിക്കും. അന്നേരം കമലമ്മ പറഞ്ഞിട്ട്, ഇല്ല, ഒരിക്കലും വിക്രം ഇങ്ങനെയൊന്നും ചെയ്യില്ല. അവന് മോളോട് ദേഷ്യമുണ്ടെന്നൊക്കെ എനിക്കറിയാം. പക്ഷേ ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സ് വേദനിപ്പിച്ചുകൊണ്ട് തന്നെ വിക്രം ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല എന്ന് പറയട്ടെ കമലമ്മ. അന്നേരം വേദ പറഞ്ഞിട്ട്, ആ ഒരു കാര്യത്തിൽ മാത്രം അമ്മ പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. ഞാൻ ഈ വീട്ടിലേക്ക് കയറി വന്നതിന് ശേഷം അന്നും ഇന്നും വിക്രമിന് എന്നോട് ഒരേ ഒരു ഭാവമാറ്റമേ ഉണ്ടായിട്ടുള്ളൂ. ഇന്നേ വരെ സ്നേഹത്തോട് ഒരിക്കൽ പോലും വിക്രം എന്നോട് സംസാരിച്ചിട്ടില്ല. ഇന്നേ വരെ ഒരു ശത്രുവിനോട് പോലെയെന്നാണ് എന്നോട് പെരുമാറാറുള്ളത്. പക്ഷേ അതെന്തുകൊണ്ടാണെന്നാണ് എനിക്കിപ്പോഴും മനസ്സിലാവാത്തത്. അമ്മ പറയുന്നത് പോലെ വിക്രമിന് ചില മാറ്റങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ എന്നെ സംബന്ധിച്ച് വിക്രം ഒരിക്കൽ പോലും എന്നോട് സ്നേഹത്തോടൊന്നും പെരുമാറിയിട്ടില്ല. അന്നും ഇന്നും എന്നോട് ഒരേ മനോഭാവം തന്നെയാണ് വിക്രമിന്. ഒരിക്കൽ പോലും വിക്രം എന്നെ സ്നേഹിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്നിങ്ങനെ വേദ പറയുന്നത് കേൾക്കുന്ന സമയത്തിന് കമലമ്മക്ക് വല്ലാത്ത സങ്കടം തോന്നും. അങ്ങനെ വേദയും കമലമ്മ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്തിന് അച്ചമ്മ പറഞ്ഞിട്ട്, അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാവും മോളെ. ഇനി ഏതായാലും അതിനൊരു മാറ്റം ഉണ്ടാവണമെന്ന് പറയും. അന്നേരം വേദ അച്ചമ്മ ഇങ്ങനെ നോക്കുന്ന സമയത്തിന് അച്ചമ്മ പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ പറഞ്ഞിട്ട്, അതേ മോളെ, നിങ്ങൾ രണ്ടുപേരും ശിവനും പാർവതിയും പോലെ രണ്ടുപേരും സ്നേഹിച്ച് ഒത്തൊരുമിച്ച് എന്നും ഈ വീട്ടിൽ തന്നെ കാണണം. അച്ചമ്മയുടെ വാക്ക് കേൾക്കുന്ന സമയത്തിന് വേദക്ക് സന്തോഷമാവുന്നുണ്ടെങ്കിൽ പോലും വിക്രം എവിടെയെന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ ഭയങ്കര ടെൻഷനായിരിക്കും കേട്ടോ. അങ്ങനെ ഫോൺ എടുത്ത് നോക്കുന്ന സമയത്തായിരിക്കും ജീനയുടെ മിസ് കോൾ തൻ്റെ ഫോണിലേക്ക് വന്നതായിട്ട് കാണുന്നത്. എന്നാൽ പരിചയമില്ലാത്ത ജീനയുടെ നമ്പർ കാണുന്ന സമയത്തിന് വേദ ഏതായാലും ആ ഒരു കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് വേദ ആരാന്ന് ചോദിക്കുന്ന സമയത്തിന് ജീന പറയുന്നത്, ഞാൻ രാധയുടെ കൂട്ടുകാരി ജീനയാണെന്ന് പറയും. അന്നേരം വേദ ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾ എന്തിനാ എന്നെ വിളിച്ചത് എന്ന് ചോദിക്കുന്ന സമയത്തിന് ജീന പറയുന്നത്, സോറി ചേച്ചി, അറിയാതെ കോള് വന്നതാണ്, നമ്പർ മാറി വന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ പെട്ടെന്ന് ജീന ഫോണ് കട്ട് ചെയ്യും. എന്നാൽ വിക്രമിനെ പറ്റിയിട്ട് യാതൊന്നും തന്നെ ജീന പറയുന്നില്ല കേട്ടോ. എന്നാൽ പോലും ജീനയുടെ കോൾ പതിവില്ലാതെ തൻ്റെ ഫോണിലേക്ക് വന്നതുകൊണ്ട് തന്നെ വേദന മനസ്സിൽ ചില സംശയങ്ങളൊക്കെ തോന്നി തുടങ്ങും. ഫോണ് കട്ടാക്കിയതിന് ശേഷം അച്ചമ്മ ചോദിക്കുന്നുണ്ട്, ആരാ മോളെ വിളിച്ചത് എന്ന് ചോദിക്കുന്ന സമയത്തിന് വേദ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അത് രാധയുടെ കൂട്ടുകാരി ജീനയാണ് വിളിച്ചതെന്ന് പറയും. അന്നേരം അച്ചമ്മക്ക് ഏതാണ്ട് കാര്യം മനസ്സിലായിക്കൊണ്ട് തന്നെ പറഞ്ഞിട്ട്, മോൾ ഏതായാലും പെട്ടെന്ന് റെഡിയാവ്, ഇനിയാണ് അച്ചമ്മയുടെ ആക്ഷനൊക്കെ മോള് കാണാൻ പോകുന്നത് എന്നൊക്കെ പറയും. അന്നേരം മനസ്സിലാവാതെ വേദ ചോദിക്കുന്നുണ്ട്, എന്താ അച്ചമ്മയെ കാര്യം എന്ന് ചോദിക്കുന്ന സമയത്തിന് അച്ചമ്മ പറഞ്ഞിട്ട്, അതേ മോളെ, എനിക്ക് ആദ്യമേ സംശയമുണ്ടായിരുന്നു. അവൾ തന്നെയായിരിക്കും ഇതിന് പിന്നിലെന്ന് എനിക്ക് ആദ്യമേ അറിയായിരുന്നു. വിക്രമിനെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് അവൾ ഒരുപാടധികം ആഗ്രഹിച്ചിരുന്നതല്ലേ. ഇത്രയും ദിവസമായിട്ട് വിക്രമിന്റെ പുറകെ നടന്നിരുന്നവളല്ലേ അവൾ. എന്നിട്ട് പെട്ടെന്ന് വിക്രമിനെ കാണാതായിട്ട് എന്തുകൊണ്ട് അവൾ അന്വേഷിച്ചിട്ട് ഇങ്ങോട്ടേക്കൊന്നും വന്നില്ല? അച്ചമ്മയുടെ വാക്ക് കേൾക്കുന്ന സമയത്തിന് വേദക്കും ഒരു സംശയം കേട്ടോ. എന്നിട്ട് വേദ ചോദിക്കുന്നുണ്ട്, ഇനി ഒരു പക്ഷേ അച്ചമ്മ പറഞ്ഞത് ശരിയായിരിക്കുമോ, അവൾ തന്നെയായിരിക്കും ഇതിൻ്റെ പുറകിൽ എന്നിങ്ങനെ സംശയത്തോടെ ചോദിക്കും. അന്നേരം കമലമ്മ പറയുന്നുണ്ട്, അതെ, അമ്മ പറഞ്ഞത് ശരിയാണ്. വിക്രമിന് എന്തെങ്കിലും ഒന്ന് പറ്റിയ ഉടനെ തന്നെ ഇങ്ങോട്ടേക്ക് ഓടി വരുന്നവളാണ് രാധ. ഇതിപ്പോൾ ഒരു ദിവസമായിട്ട് വിക്രമിനെ കാണാഞ്ഞിട്ട് പോലും അവൾ ഇങ്ങോട്ടേക്കൊന്നും വന്നതുപോലുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നിൽക്കായിരിക്കട്ടെ കമലം. അന്നേരം അച്ചമ്മ പറയുന്നുണ്ട്, അതെ, അവൾക്കറിയാം വിക്രം എവിടെയുണ്ട് എന്ന കാര്യങ്ങളെല്ലാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അച്ചമ്മ ഏതായാലും വേദയെ കൂട്ടിക്കൊണ്ട് തന്നെ രാധയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. ഇതേ സമയത്ത് രാധയാണെങ്കിൽ വിക്രമില്ല കഞ്ഞിയും ഉണ്ടാക്കിക്കൊണ്ട് തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമായിരിക്കും. ആ സമയത്തിന് രാധയുടെ അമ്മ ചോദിക്കുന്നുണ്ട്, ആർക്കാ മോളെ നീ ഭക്ഷണം കൊണ്ടുപോകുന്നതെന്ന് ചോദിക്കുന്ന സമയത്തിന് രാധ പറയുന്നുണ്ട്, അത് എൻ്റെ ഒരു കൂട്ടുകാരി ഒട്ടും സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. അപ്പോൾ ആ ഒരു കൂട്ടുകാരിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കഞ്ഞി കൊണ്ടുപോകുന്നത് എന്നൊക്കെ പറയും. അങ്ങനെ ആ ഒരു കഞ്ഞിയുമായിട്ട് ഓട്ടോയിൽ കയറിയിട്ട് അവിടെ നിന്നങ്ങ് പോവാൻ നിൽക്കുമായിരിക്കട്ടെ രാധ. ഇതേ സമയത്തായിരിക്കും രാധയുടെ വീട്ടിലേക്ക് അച്ചമ്മയും വേദയും ഇങ്ങനെ ഓട്ടോയിൽ കയറിയിട്ട് അങ്ങോട്ടേക്ക് വരുന്നത്. എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാതെ രണ്ടുപേരും രാധയെ അന്വേഷിച്ച് രാധയുടെ വീട്ടിലേക്ക് വരുന്നത് കാണുന്ന സമയത്തിന് രാധ പേടിച്ച് വരച്ച് രണ്ടുപേരും ഇങ്ങനെ മാറി മാറി നോക്കുന്നുണ്ട്. ആ സമയത്തിന് അച്ചമ്മ ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ രാധയുടെ അടുത്തേക്ക് വന്നുകൊണ്ട് തന്നെ ചോദിക്കുന്നുണ്ട്, എടി വിക്രം എവിടെയാണെടി, നിനക്കറിയാമായിരിക്കും അവൻ എവിടെയാണെന്ന്. അന്നേരം രാധ പേടിച്ച് വരച്ച് ഒന്നും മിണ്ടാതെ നിൽക്കുമായിരിക്കട്ടോ. ആ സമയത്തിന് അച്ചമ്മ വീണ്ടും പറഞ്ഞിട്ട്, എടി സത്യം പറയുന്നതാണ് നിനക്ക് നല്ലത് എന്ന് പറയുന്ന സമയത്തിന് രാധ പറയുന്നിട്ട്, അയ്യോ എനിക്കൊന്നും അറിയില്ല അച്ചമ്മേ, ഞാൻ അവനെ കണ്ടിട്ട് പോലും 2-3 ദിവസമായി എന്നിങ്ങനെ രാധ പറയുന്ന സമയത്തിന് വേദ ദേഷ്യപ്പെട്ട് രാധയെ ഇങ്ങനെ നോക്കുന്നുണ്ട്.
അപ്പോഴേക്കും അച്ചമ്മക്ക് അങ്ങ് ദേഷ്യം വന്നിട്ട് രാധയുടെ ചെവിക്ക് അങ്ങ് പിടിച്ച് തിരിച്ചുകൊണ്ട് തന്നെ പറഞ്ഞിട്ട് സത്യം പറയട്ടെ നീ എൻ്റെ മുഖത്ത് നോക്കി കള്ളം പറയുന്നോളൂ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ രാധയുടെ ചെവി അങ്ങ് പിടിച്ച് തിരിക്കും. അപ്പോഴേക്കും വേദന കൊണ്ടിങ്ങനെ പൊളിയാട്ടോ രാധ പറഞ്ഞിട്ട് അയ്യോ അച്ചമ്മേ വീട് അച്ചമ്മേ എൻ്റെ ചെവി നന്നായിട്ട് വേദനിക്കുന്നു. ഇതും കണ്ടുകൊണ്ട് തന്നെ രാധയുടെ അമ്മ അങ്ങോട്ടേക്ക് വന്ന് ചോദിക്കുന്നുണ്ട് എന്താ കാര്യം, നിങ്ങൾ എന്തിനാ കാര്യം പറയാതെ എൻ്റെ മോളെ എങ്ങനെ ഉപദ്രവിക്കുന്നത്, എൻ്റെ മോളെ വീട് എന്നൊക്കെ പറയും. ഇവരുടെ ഈ ഒരു വഴക്കും ബഹളവും കേട്ടുകൊണ്ട് തന്നെ രാധയുടെ അച്ഛനും അങ്ങോട്ടേക്ക് വരുന്നുണ്ടോ. ആ സമയത്തിന് അച്ഛമ്മ പറഞ്ഞിട്ട് അതെ നിങ്ങളുടെ മോൾക്ക് നന്നായിട്ട് അറിയാം എൻ്റെ വിക്രമോൻ എവിടെയുണ്ടെന്ന്. എൻ്റെ കൊച്ചുമോൻ വിക്രമിൻ്റെയും വേദിയുടെയും കല്യാണമാണ് നാളെ നടക്കാനിരിക്കുന്നത്. ആ ഒരു കല്യാണം ഒരിക്കലും നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ മോൻ മനഃപൂർവ്വം തന്നെ എൻ്റെ വിക്രമിനെ എവിടെയോ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ആ ഒരു സത്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞങ്ങൾ രണ്ടുപേരും ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നത്. ഇത് കേൾക്കുന്ന സമയത്തിന് രാധ ഒന്നും മിണ്ടാതെ അങ്ങനെ തല താഴ്ത്തി നിൽക്കുമായിരിക്കട്ടോ. ആ സമയത്തിന് അച്ചമ്മ പറഞ്ഞിട്ട് എടി മര്യാദക്ക് നീ അങ്ങ് സത്യം പറഞ്ഞോ, അല്ലെങ്കിൽ പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് നീ നല്ല തല്ലങ്ങ് കൊള്ളൂ. അങ്ങനെ അച്ചമ്മ വീണ്ടും രാധ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്ന സമയത്തിന് രാധക്ക് മറ്റ് നിവൃത്തിയില്ലാത്തത് കൊണ്ട് തന്നെ രാധ അങ്ങ് വിളിച്ച് പറയുന്നുണ്ട് അതെ നിങ്ങളുടെ വിക്രമിനെ ഞാൻ എവിടെയും ഒളിപ്പിച്ച് വെച്ചിട്ടൊന്നുമില്ല, വിക്രം ഒട്ടും വയ്യാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെന്ന് പറയും. എന്നാൽ ഇത് കേൾക്കുന്ന സമയത്തിന് ഒരു ഞെട്ടലോട് കൂടിയായിരിക്കട്ടെ അച്ചമ്മയും വേദിയും ഇത് കേട്ടോണ്ട് നിൽക്കുന്നത്. അന്നേരം ആകെ ഷോക്കായിക്കൊണ്ട് തന്നെ അച്ചമ്മ ചോദിക്കുന്നത് എന്താ എൻ്റെ മോന് പറ്റിയത് എന്ന് ചോദിക്കുന്ന സമയത്തിന് രാധ പറയുന്നത് അവൻ ഇന്നലെ രാത്രി ആക്സിഡന്റ് പറ്റിയിട്ട് ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ അവിടെ റോഡ് സൈഡിൽ കിടക്കുമായിരുന്നു. അങ്ങനെ ഞാനും ജീനയും കൂടി ചേർന്നിട്ടാണ് അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടെത്തിച്ചത് എന്നൊക്കെ പറയും. അന്നേരം അച്ചമ്മ ചോദിക്കുന്നുണ്ട് ഇത്രയൊക്കെ നടന്നിട്ട് പോലും നീ എന്തുകൊണ്ട് ഈ വിവരം ഞങ്ങളെ ഒന്ന് വിളിച്ചു പറഞ്ഞില്ല, എൻ്റെ വേദമോളോടെങ്കിലും നീക്ക് ഈ കാര്യം ഒന്ന് വിളിച്ചു പറഞ്ഞുകൂടായിരുന്നോ, എന്നിട്ടിപ്പോൾ അവൻ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കും. അന്നേരം രാധ പറഞ്ഞിട്ട് വിക്രമിന് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, അവൻ ഓക്കെ ആയിട്ടുണ്ട് എന്നിങ്ങനെ രാധ പറയുന്ന സമയത്തായിരിക്കട്ടോ വേദക്കൊന്ന് ഒന്ന് ആശ്വാസമാവുന്നത്. അച്ചമ്മ പറഞ്ഞിട്ട് ഇത്രയൊക്കെ സംഭവങ്ങൾ നടന്നിട്ട് പോലും നീ ഈ ഒരു കാര്യം ഒരിക്കലും വിക്രമിൻ്റെ വീട്ടിൽ അറിയിച്ചില്ലെങ്കിൽ ശരിക്കും നീ മനഃപൂർവ്വം അവനെ ഒളിപ്പിച്ചതല്ലേ. ഇവരുടെ രണ്ടുപേരുടെയും കല്യാണം നാളെ ഒരിക്കലും നടക്കാതിരിക്കാൻ വേണ്ടി തന്നെയല്ലേ നീ ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടിയത്. എന്തായാലും ഒരു കാര്യം നീ അങ്ങ് ഓർത്തോരാതെ, വിക്രമിൻ്റെയും വേദയുടെയും കല്യാണം ഞങ്ങൾ നിശ്ചയിച്ചതുപോലെ തന്നെ നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ അത് നടന്നിരിക്കും. അത് തടയാൻ ഇനി നിന്നെ കൊണ്ടല്ല ആരെ കൊണ്ടും പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അച്ചമ്മ ഏതായാലും വേദമോളെയും കൂട്ടിക്കൊണ്ട് തന്നെ അവിടെ നിന്നങ്ങ് പോവട്ടെ ഹോസ്പിറ്റലിലേക്ക്. അച്ചമ്മ വേദയും കൂട്ടി അവിടെ നിന്നങ്ങ് പോകുന്ന സമയത്തിന് ഭയങ്കര അങ്ങ് ദേഷ്യം വരട്ടെ രാധക്ക്. രാധ ദേഷ്യപ്പെട്ട് അവരെങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇതേ സമയത്തിനെ കാണിക്കുന്നത് വിക്രമിനെ ആയിരിക്കും. വിക്രം ആകെ വിഷമിച്ചിരിക്കുകയാണ്. വീട്ടുകാരൊന്നും തന്നെ കാണാത്തത് കൊണ്ട് തന്നെ തൻ്റെ അമ്മയൊക്കെ ആകെ വിഷമത്തിലായിരിക്കും. എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പോയാൽ മതിയെന്ന ചിന്ത മാത്രമായിരിക്കട്ടെ വിക്രമിന്. എങ്ങനെയെങ്കിലും ഹോസ്പിറ്റലിൽ നിന്ന് പോയാൽ മതിയെന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തായിരിക്കും അച്ചമ്മയും വേദയും അങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. ഒട്ടും പ്രതീക്ഷിക്കാതെ അച്ചമ്മയും വേദയും അവിടെ കാണുന്ന സമയത്തിന് വിക്രമിനൊന്ന് ഷോക്കാവുന്നുണ്ട്. അച്ചമ്മ വന്ന് ചോദിക്കുന്നുണ്ട് എൻ്റെ മോനൊന്നും പറ്റിയില്ലല്ലോ എന്ന് ചോദിക്കും. നിന്നെ കാണാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ എത്രമാത്രം വിഷമിച്ചു എന്ന് നിനക്കറിയാമോ, നീ ഞങ്ങളെല്ലാവരെയും പറ്റിച്ചു എന്നാണ് ഞാൻ കരുതിയത്. ഏതായാലും ദൈവം ഭഗവാൻ നിങ്ങളുടെ കൂടെയാണ്, അതുകൊണ്ടല്ലേ ഞങ്ങൾക്കിപ്പോൾ നിന്നെ തിരിച്ചു കിട്ടിയത്. വാ മോനെ നമുക്ക് ഇവിടെ നിന്ന് പോവാമെന്ന് പറയാതിരിക്കട്ടോ. അച്ചമ്മ ആ സമയത്തിന് വിക്രം ഒന്നും മിണ്ടാതെ വേദയെ തന്നെ ഇങ്ങനെ നോക്കുകയാണ്. ആ സമയത്തിന് വേദ വിക്രത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് വേദ പറയുന്നുണ്ട് ശരിക്കും ഞാനും കരുതി ഞങ്ങൾ രണ്ട് വീട്ടുകാരെയും പറ്റിച്ചെന്ന്, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ആരെങ്കിലും അപായപ്പെടുത്തിയെന്നൊക്കെയാണ് ഞാൻ ചിന്തിച്ച് വെച്ചിരുന്നത്. ഇത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടായിട്ട് നിങ്ങൾക്ക് ഒരിക്കലെങ്കിലും എന്നെ വിളിക്കാമായിരുന്നില്ലേ എന്നൊക്കെ ചോദിക്കാട്ടോ വേദ. അന്നേരം ആർക്കും ശ്രീകാന്ത് ആ ഒരു ആക്സിഡന്റ് നടന്ന ആ ഒരു സംഭവത്തെ പറ്റിയിട്ട് ഇങ്ങനെ ചിന്തിക്കുന്നത്. ശ്രീകാന്തിന്റെ കാറാണ് തന്നെ ഇടിച്ചത് എന്നും ആ ഒരു കാറ് തന്നെ ഇടിക്കുന്നത് ശ്രീകാന്ത് വ്യക്തമായിട്ട് തന്നെ കണ്ടതാണ്. പക്ഷേ ഇനി ഒരിക്കലും തൻ്റെ വേദയെ താൻ സങ്കടപ്പെടുത്തണ്ട എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് മാത്രമായിരിക്കട്ടോ വിക്രം ആ ഒരു സത്യം വേദയെ അറിയിക്കാത്തത്. വാ മോനെ നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോവാമെന്നിങ്ങനെ അച്ചമ്മ പറയുന്ന സമയത്തിന് വിക്രം ഏതായാലും അവരുടെ കൂടെ പോവാൻ നിൽക്കുമായിരിക്കും. ആ സമയത്തായിരിക്കട്ടോ വിക്രമിനെ നോക്കുന്ന ഡോക്ടർ അങ്ങോട്ടേക്ക് വരുന്നത്. ഡോക്ടർ വന്നിട്ട് മരുന്നൊക്കെ കുറിച്ചു കൊടുത്തതിന് ശേഷം അച്ചമ്മ ഏതായാലും വിക്രമിനെ കൂട്ടി വീട്ടിലേക്ക് പോകുന്നുണ്ട്. പിന്നീട് അങ്ങോട്ടേക്ക് രണ്ട് കൂട്ടുകാരുടെ സമ്മതത്തോടു കൂടി തന്നെ വിക്രം വേദയുടെ കഴുത്തിൽ താലി കെട്ടുന്ന ഒരു അടിപൊളി സൂപ്പർ എപ്പിസോഡൊക്കെ ഇനി വരാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ.